കഴിഞ്ഞ ദിവസം സെൻട്രൽ ഗവൺമെന്റിന്റെ പുതിയ ബജറ്റ് വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? എത്രങ്ങാനും പൈസയാണ് ബീഹാറിനോ ആന്ധ്രക്കൊക്കെ കിട്ടിയതെന്ന് അറിയോ? 26,000 കോടി ബീഹാറിന്, 15,000 കോടി ആന്ധ്രക്കൊക്കെ കിട്ടി. ഇങ്ങനെ കിട്ടാനുള്ളതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നിങ്ങൾക്കറിയോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ കിങ് മേക്കർ എന്നാണ് ബീഹാറിനെ ആന്ധ്രയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ NDA ഗവൺമെന്റിന് സ്വന്തമായിട്ട് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല. NDAക്ക് മാത്രമല്ല, ഒപ്പോസിഷൻ ആയിട്ടുണ്ടായിരുന്ന ഇന്ത്യ മുന്നണിക്കും സ്വന്തമായിട്ട് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് ഈ ബീഹാറും ആന്ധ്രയും എങ്ങോട്ട് തിരിയും എന്നുള്ളതിന് ഡിപ്പെൻഡ് ആയിട്ടായിരുന്നു ആര് ഇന്ത്യ ഭരിക്കും എന്നുള്ളതിന് ഡിസൈഡ് ചെയ്യേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഇവരെന്തായാലും കഴിഞ്ഞ 2 ടേം ആയിട്ടുണ്ടായിരുന്ന NDAന്റെ കൂടെ തന്നെ മുൻപോട്ട് പോയി. പിന്നീട് നടന്ന സംഭവവികാസങ്ങളാണ് അതിനുശേഷം വന്നിട്ടുള്ള ഫസ്റ്റ് ബജറ്റാണിത്. അപ്പൊ ഈ ഒരു വീഡിയോ ഒരു പൊളിറ്റിക്കലി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാന്നുള്ളതല്ല കേട്ടോ ഉദ്ദേശം. കുറച്ച് പൊളിറ്റിക്കൽ കാര്യങ്ങൾ പറയും, പക്ഷെ അതിന്റെ അർത്ഥം ഈ വീഡിയോയുടെ ടോൺ പൊളിറ്റിക്കൽ അല്ല. ഇത് എങ്ങനെയാണ് ഇതിന് നമുക്കുള്ള ലെസൺസ് എന്ത് എന്നുള്ളതാണ് ഈ വീഡിയോന്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പേഴ്സണൽ ഗ്രോത്തിന് അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഗ്രോത്തിന് ഇവരിൽ നിന്നും, ബീഹാറിൽ നിന്നും ആന്ധ്രയിൽ നിന്നും നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പൊ ആദ്യത്തെ പോയിന്റിലേക്ക് തന്നെ വരാം. ആദ്യത്തെ പോയിന്റ് നമ്മൾ പറയുന്നത്, ബീഹാറിനെയും ആന്ധ്രയും പോലെ നമ്മൾ നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള നമ്മുടെ സൂപ്പർ പവർ എന്താണ് എന്ന് പഠിക്കണം. ഈ വിഷയത്തിൽ നിങ്ങൾ നോക്കുക, എന്തായിരുന്നു NDA മുന്നണിയിൽ ബീഹാറിന്റെയും ആന്ധ്രയുടെയും റോള് എന്ന് നോക്കുക. NDA ഗവൺമെന്റിന് ഒറ്റക്കായിട്ടുള്ള മെജോറിറ്റി ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് ഭരിക്കണം എന്നുണ്ടെങ്കിൽ ഇവർ കൂടിയേ തീരും. അപ്പോൾ അത് ഇവരുടെ ഒരു സൂപ്പർ പവർ ആണ്. അതായത് ഇവരുണ്ടെങ്കിലേ ഭരിക്കാൻ പറ്റൂ എന്നുള്ളത്. അപ്പോൾ അവർക്കറിയാം അവരുടെ വേർത്ത് അല്ലേ. ഇതുപോലെ നമുക്ക് നമ്മളുടെ വേർത്തിനെ കുറിച്ച് അറിയോ എന്നുള്ളത് നോക്കുക. നമ്മളെ ഇമ്പോർട്ടന്റ് ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ബീഹാർ ആണെങ്കിലും ആന്ധ്ര ആണെന്നുണ്ടെങ്കിലും, ആന്ധ്ര എനിക്കൊന്ന് ബീഹാറിനേക്കാളും ഒരു ഡെവലപ്മെന്റ് ഒക്കെ കുറച്ചും കൂടെ കൂടുതലാണ്. പക്ഷെ ജനങ്ങൾ 2 ഭാഗത്തും അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം സീറ്റുകളുണ്ട്. ഇപ്പോൾ കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്ര തന്നെ MP സീറ്റുകൾ ഉണ്ടാവില്ല. ബീഹാറിനൊക്കെ നമ്മളെക്കാളും MP സീറ്റുകൾ ഉണ്ടല്ലോ. അപ്പോൾ കൂടുതൽ സീറ്റുകളുണ്ട്, അവിടെ വികസനം കുറവാണ്. അപ്പോൾ കൂടുതൽ സീറ്റുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ നെഗോഷിയേഷൻ പവർ കൂടുകയാണ്. അപ്പോൾ അവരുണ്ടെങ്കിലേ ഭരണമുള്ളൂ എന്നുള്ളൊരു അവസ്ഥ ഉള്ളത് കൊണ്ട് അത് അവരുടെ ഒരു സൂപ്പർ പവറാണ്. ഇതുപോലെ നമ്മുടെ വിഷയത്തിലേക്ക് വരിക, നമുക്കും ഇതുപോലെയുള്ള സൂപ്പർ പവറുകൾ ആവശ്യമാണ്. സൂപ്പർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ട് നിങ്ങളൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സ് പഠിച്ചതിന്റെ ബലത്തിൽ നിങ്ങൾക്കൊരു കരിയർ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്ന് വെക്കുക. ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ ഒരു കോഴ്സ് പഠിപ്പിച്ചിട്ട് ഒരു എഞ്ചിനീയർ ആക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ വലിയ സംഭവം ഒരിക്കലും ആകാൻ പോണില്ല. ഇത് വേണമെങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾ ഒരിക്കലും വലിയ സംഭവം ആകൂല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, അതേ കോഴ്സ് നാളെ അടുത്ത കുട്ടിയെ പഠിപ്പിക്കാം, വേറെ കുട്ടിയെ പഠിപ്പിക്കാം. അപ്പൊ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളൊരു കാർബൺ കോപ്പി മാത്രമാണ്. അല്ലാതെ നിങ്ങൾക്കൊരു യുണീക്ക് ആയിട്ടുള്ള അഡ്വാൻറ്റേജോ മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് യുണീക്ക് അഡ്വാൻറ്റേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള സൂപ്പർ പവർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യുണീക്ക് ആയിട്ടുള്ള നോളജ് നിങ്ങൾ ബിൽഡ് ചെയ്യണം. അതിന് നിങ്ങൾ ഈ സിലബസിന്റെ ഒക്കെ പുറത്തേക്ക് പോയിട്ട് സ്വന്തമായിട്ട് വായിക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള സ്കിൽ സെറ്റുകൾ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് എല്ലാവരും ചോദിക്കും. പക്ഷെ ഞാനിതിനൊരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഡെസ്റ്റിനേഷൻ അല്ല, ഒറ്റയടിക്ക് ഇത് ഇങ്ങനെ ചെയ്തോ എന്ന് പറയുന്ന പോലെയല്ല. ഇതൊരു യാത്രയാണ്, നമ്മളൊരു പ്രോസസ്സാണ്. നമ്മൾ പല കാര്യങ്ങളും ട്രൈ ഔട്ട് ചെയ്യും. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യും, ചില കാര്യങ്ങൾ വർക്ക് ചെയ്യില്ല. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പല കാര്യങ്ങളും നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുള്ളൂ. അല്ലാതെ വെറുതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് എവിടെ എൻ്റെ യുണീക്ക്നെസ്, എവിടെ എൻ്റെ പാഷൻ, എവിടെ എൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം എന്ന് നോക്കിയാൽ ആ സാധനം കിട്ടാൻ പോണില്ല. അപ്പോൾ നമ്മളെ യുണീക്കായിട്ട്, നമ്മളെ യുണീക്ക് ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് പ്രത്യേകമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ മേഖലയിൽ നമ്മൾ വളരെ അഡമന്റ് ആയിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. പക്ഷെ അതിലേക്കുള്ള ശ്രമങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ യുണീക്ക് ആയിട്ടുള്ള നിങ്ങളുടെ ബീഹാറിനെയും ആന്ധ്രയും പോലെ നിങ്ങളുടെ സൂപ്പർ പവർ എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിൽഡ് സ്ട്രോങ് അലയൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നെറ്റ്വർക്ക് ചെയ്യാൻ പഠിക്കണം. അതുപോലെ നല്ല ഗ്രൂപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളത് ഒരു കാര്യത്തിലും പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ ഞാനൊരു കമ്പനി തുടങ്ങുകയാണ്, സന്തോഷ് പണ്ഡിറ്റ് സിനിമ എടുക്കുന്ന പോലെ എല്ലാം മൂപ്പരന്നെ എന്നുള്ള രീതിയിൽ ആക്ച്വലി ബിസിനസ്സിൽ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഓരോ ബിസിനസ് മേഖല നോക്കുകയാണ് എന്നുണ്ടെങ്കിലും, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റീറ്റെയിൽ ക്ലോത്തിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ ഏത് മേഖല എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിലേക്ക് നമ്മളൊരു സംരംഭവുമായിട്ട് വരുമ്പോൾ നമുക്ക് ഇത് പുതിയതാണ്, നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ മാത്രം കണ്ട ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളത് അല്ല. ലോകത്ത് മനുഷ്യന്മാരൊക്കെ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പല അവസരങ്ങളും മുൻപ് പലരും എക്സ്പ്ലോർ ചെയ്തതായിരിക്കും, അധികം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത്. ഇനി ഈവൻ സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മളിപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് നമ്മളൊരു കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയൊക്കെ കമ്പനികൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നമ്മൾ തന്നെ എല്ലാം കണ്ടെത്തിയിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളത്
ഒരു കൈൻഡ് ഓഫ് അസാധ്യമാണ്. ഒരിക്കലും ഒരു സൂപ്പർമാൻ ഒക്കെ പോലെ അതൊക്കെ സിനിമയിൽ മാത്രമേ നടക്കുള്ളൂ. യഥാർത്ഥ ജീവിതത്തിൽ ഒരുപാട് സൂപ്പർമാനുകൾ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു നല്ല ടീമാണ് നല്ല പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നല്ല അലയൻസുകൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക, അതായത് നല്ല ടീം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക, നമ്മുടെ കുറവുകൾ നികത്താൻ കഴിയുന്ന വ്യക്തികളുമായിട്ട് ചേർന്നിട്ട് നല്ല പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ മാത്രമല്ല നമ്മളെ പ്രൊഡക്റ്റിനെ സക്സസ്ഫുൾ ആക്കുന്നത്, നല്ല പാർട്ട്നേഴ്സാണ്. ഇത് പറഞ്ഞത് ഈ സാഹചര്യത്തിൽ എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ത്യ മുന്നണിയിലേക്കാണ് ബീഹാറും അതുപോലെ തന്നെ ആന്ധ്രയും വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ സ്പെഷ്യൽ പാക്കേജിന് ഡിമാൻഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. റീസൺ എന്താണെന്നറിയോ? റീസൺ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ NDAയിൽ ഘടക കക്ഷികൾ കുറവാണ്, ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ കൂടുതലാണ്. അപ്പൊ ഇന്ത്യ മുന്നണിയിലേക്കാണ് അവർ പോയിരുന്നത്. എന്നിട്ട് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്, ഇന്ത്യ മുന്നണിയാണ് ഭരിച്ചിരുന്നത് എന്ന് വെക്കുക. ഇന്ത്യ മുന്നണിയാണ് ഭരിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ആന്ധ്ര ചോദിക്കുന്ന പോലെ, ബീഹാർ ചോദിക്കുന്ന പോലെ എല്ലാവരും ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ഘടകകക്ഷികളുണ്ട്. തമിഴ്നാട് ചോദിച്ചേക്കാം, വെസ്റ്റ് ബംഗാൾ ചോദിച്ചേക്കാം, ഇങ്ങനെ എല്ലാവരും ചോദിച്ചേക്കാം, UP ചോദിക്കുന്നവരുണ്ടാകും. അങ്ങനെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇപ്പൊ കിട്ടുന്ന പോലെ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസോ മറ്റുള്ള കാര്യങ്ങളൊന്നും അപ്പൊ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അവർക്ക് ഈ ഒരു അൺഡ്യൂ അഡ്വാൻറ്റേജ് എന്നോ അല്ലെങ്കിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഷെയറോ ഇതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓൾറെഡി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിൽ സ്പെഷ്യലായിട്ട് നിൽക്കുന്നത് നമ്മളാണ്. അപ്പൊ നമ്മൾക്ക് സ്പെഷ്യാലിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറെ എല്ലാവരും സ്പെഷ്യലായിട്ട് ചിന്തിക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ പ്രിഫറൻസോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടും. ചില ആൾക്കാരുണ്ട് കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പോകില്ല. കാരണം എന്താ വെച്ചാൽ കല്യാണത്തിന് ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടാവും. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഒരു സ്പെഷ്യൽ വിസിറ്റ് കൊടുക്കും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യലായിട്ട് ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ കിട്ടില്ല. കാരണം അപ്പൊ നമ്മൾ മാത്രമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആളായിട്ട് വരിക. അപ്പൊ ഇത് ഇവിടെ ഡയറക്ട്ലി കമ്പയറബിൾ അല്ല, പക്ഷെ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പാർട്ട്ണർ ചെയ്യേണ്ടത് ആരുമായിട്ടാണ്, അവരോട് നല്ല സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. ഇത് നമ്മുടെ വീക്ക്നെസ്സുകളെ കുറയ്ക്കാനും മറയ്ക്കാനും ഒക്കെ സഹായിക്കും. അപ്പൊ നമ്മളെ സക്സസിനേക്കുള്ള പോസിബിലിറ്റി ഒരുപാട് കൂടും. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേ ഇൻഫോംഡ് ആൻഡ് അഡാപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് നമ്മൾ മാറുക. ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ കാര്യമാണ് എന്നുണ്ടെങ്കിലും അതുപോലെ ആന്ധ്രയിലെ കാര്യമാണ് എന്നുണ്ടെങ്കിലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവർ ഈ ഇന്ത്യ മുന്നണിയുടെ കൂടെ, ഇന്ത്യ മുന്നണി പുതിയതാണ്, പക്ഷേ കോൺഗ്രസിൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ BJPയുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർക്ക് സാഹചര്യം മുൻകൂട്ടി കണ്ട് രാഷ്ട്രീയ ചാണക്യന്മാരെന്ന് അങ്ങനെയൊക്കെ പറയൂലേ. ഞാൻ എഗെയിൻ പറയാണ്, എനിക്ക് പൊളിറ്റിക്കലി പറയാൻ അത്ര ധാരണ ഇല്ല കേട്ടോ. ഞാൻ ഈ പുറത്തുനിന്ന് കാണുന്ന വളരെ നോർമൽ ആൾക്ക് ഉണ്ടാകുന്ന അത്രയുള്ള പൊളിറ്റിക്കൽ നോളജേ ഉള്ളൂ. അപ്പോൾ അതെന്ന് പറയാണ്, ചില ആൾക്കാർക്ക് ഇതിന് ഡിസഗ്രിമെന്റ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനൊന്ന് വീണ്ടും സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറുന്ന ട്രെൻഡുകൾ മനസ്സിലാക്കുക, അതിൻ്റെ കൂടെ നിൽക്കുക. ഇത് നമ്മൾ കരിയറിലേക്ക് ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിലോ, ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ജോലിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും പഠനം അവിടെ നിൽക്കും. അങ്ങനെ ഉണ്ടല്ലോ, ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ആൾക്കാരുണ്ട്. ഇവിടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കരിയറിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിരിച്ചുവിടലുകൾ സംഭവിക്കുന്ന ആർക്കാണെന്നറിയോ? മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സിനൊക്കെയാണ്, സീനിയർ എംപ്ലോയീസിനൊക്കെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് കമ്പനിയൊക്കെ കാണുന്ന ന്യായം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുന്നില്ല. അതായത് ഇൻഡസ്ട്രി മാറുന്നതിനനുസരിച്ച് അവർ അപ്ഡേറ്റഡ് ആകുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, ടെക്നോളജി വളരെ ഫാസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേയിങ് റെലവെന്റ്, നമ്മളെപ്പോഴും റെലവെന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, എന്നിട്ട് എന്താണോ ഇപ്പോഴത്തെ ട്രെൻഡ് അതിൻ്റെ പിറകിൽ പോവുക എന്നുള്ളതാണ് ബീഹാറും ആന്ധ്രയൊക്കെ ചെയ്ത പോലെ. അപ്പോൾ അവസാനത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് യുവർ വാല്യൂസ് ക്ലിയർലി. ഇപ്പോൾ നമ്മൾ എന്ത് വാല്യൂ ആണ് ഈ ടേബിളിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് സാലറി മറ്റു കാര്യങ്ങളൊക്കെ എത്ര ധൈര്യപൂർവ്വം നെഗോഷിയേറ്റ് ചെയ്യാൻ നോക്കി. ഇപ്പോൾ ബീഹാറിൻ്റെ ആന്ധ്രയുടെ കാര്യം എടുത്ത് നോക്കാം. അവർക്കറിയാം അവർ കാരണമാണ് ഗവൺമെന്റ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവർ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തട്ടാൻ പറ്റില്ല എന്നുള്ളതും അറിയാം. ഇനി നിങ്ങളൊരു ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ പോയിട്ട് എനിക്കൊരു ജോലി തരുമോ എന്ന് ചോദിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? വാല്യൂ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വാല്യൂ ആണ് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ ഏത് കമ്പനിയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആദ്യം ആ കമ്പനിയെ കുറിച്ച് പഠിക്കുക. അല്ലാതെ ഒരു CV എടുത്തിട്ട് എല്ലാ കമ്പനിയിലേക്കും നമ്മൾ എന്താ പറയുക ഇങ്ങനെ കോപ്പി ഇട്ടിട്ട് കോമിട്ടിട്ട് ഇങ്ങനെ എല്ലാ കമ്പനിയിലേക്കും ഒപ്പയക്കൂലേ, ആ പരിപാടി ചെയ്യരുത്. പകരം എന്ത് ചെയ്യുക? പകരം നമ്മൾ ഒരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയെക്കുറിച്ച് ആദ്യം പഠിക്കുക. എന്നിട്ട് ആ കമ്പനിയിലുള്ള വേക്കൻസികളുടെ സ്വഭാവം പഠിക്കുക. ഇതിൽ നമുക്ക് വാല്യൂ കറക്റ്റായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന മേഖല ഉണ്ടാവില്ലേ, ആ ജോബ് പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ ജോബ് പൊസിഷനിൽ നിങ്ങളുടെ യുണീക്ക് ആക്കുന്ന, ഞാൻ ആദ്യം പറഞ്ഞ നിങ്ങളുടെ സൂപ്പർ പവർ എന്താണോ, നിങ്ങളുടെ സൂപ്പർ പവർ ഇതാണ്. നിങ്ങളുടെ അലയൻസുകൾ ആരാണ്, നിങ്ങൾ ഇതിന് മുൻപ് ആരുമായിട്ടൊക്കെയാണ് ചേർന്ന് വർക്ക് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എത്രമാത്രം റെലവെന്റ് ആണ്, നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും പുതിയ
പുതിയ ട്രെൻഡുകളെ കുറിച്ചും മറ്റൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇങ്ങനെ പ്രോപ്പറായിട്ട് നിങ്ങളെ വാല്യൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ജോലിക്ക് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്കാണ് നഷ്ടം. പലപ്പോഴും ആൾക്കാർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ജോലി കിട്ടാത്തത് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമെന്നാണ് ആൾക്കാരെല്ലാവരും ചോദിക്കുന്നത്. അതല്ലാതെ അത് നിങ്ങളെ ആവശ്യത്തിൽ നിന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളെ എന്തുകൊണ്ട് ഹയർ ചെയ്യണം എന്നുള്ളത് ആ കമ്പനിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പണി നിങ്ങൾ എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ വാല്യൂസ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും ലഭിച്ച പോലെ വലിയ പാക്കേജുകൾ നിങ്ങൾക്കും ലഭിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പുതിയ ബജറ്റിൽ നിന്നും ലഭിച്ചിട്ടുള്ള കുറച്ച് മെസ്സേജുകൾ.